സ്പോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് V3-ക്കെല്ലാം ഇങ്ങനെ എൻ ചേർത്ത് പല വേർഡ്സും ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സംശയം നമുക്ക് വരുന്നത്. ഗിവൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ടേക്കൺ, അതുപോലെ V3-ക്കെല്ലാം ഈ എൻ എന്ന് വരുന്ന ഒരു ടൈപ്പ് ഉള്ളത് കൊണ്ട് ലൂസൺ എന്ന് കേൾക്കുമ്പോൾ നമ്മളത് V3 ആണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഇത് ലൂസൺ എന്ന് പറയുന്നത് ഒരു V1 ഫോം ഓഫ് ദ വേർബാണ്. ലൂസൺ. അവിടെ ലൂസന്റെ അർത്ഥം എന്താ പറയുക, എന്തെങ്കിലും കാര്യം ലൂസ് ആക്കുക എന്നുള്ളതാണ്, ടൈറ്റ് അല്ലാതാക്കുക. അപ്പൊ അതിനാണ് ലൂസൻ. ഇനി ഈ വേർഡ് മാത്രം ശ്രദ്ധിക്കുക, മറ്റേ വേർഡിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേ ചെയ്യരുത്. ഇത് ആദ്യം പഠിക്കുക. ലൂസൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ടൈറ്റ് അല്ലാതാക്കുക, ലൂസ് ആക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരാൾ ടൈ ഒക്കെ കെട്ടി ഇങ്ങനെ വലിച്ചു മുറുക്കും തൂങ്ങിച്ചാവുന്ന ഒരു അവസ്ഥയിൽ ടൈ പിടിച്ച് വലിക്കുന്ന കാണുമ്പോൾ നമുക്ക് പറയാം, ഹേ പ്ലീസ് ലൂസൻ യുവർ ടൈ. നിന്റെ ടൈ ഒന്ന് അയക്കൂ. ഓക്കെ, പ്ലീസ് ലൂസൻ യുവർ ടൈ. ഇനി ഒരു കുപ്പിയുടെ അടപ്പ് എന്ത് ചെയ്താലും തുറക്കുന്നില്ല. അപ്പൊ നമ്മൾ പിടിവലിയൊക്കെ കഴിഞ്ഞ് ഒരു നിവർത്തിയില്ലാതെ വരുമ്പോൾ നമുക്ക് ഈ ജാറും കൊണ്ട് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഹസ്ബൻഡിനോടോ മക്കളോടോ ഒക്കെ ചോദിക്കാം, ക്യാൻ യു ലൂസൻ ദ ജാർ ലിഡ്? ഈ ജാറിന്റെ ലിഡ് ഒന്ന് തുറന്നു തരാമോ? ഇറ്റ് ഇസ് സ്റ്റക്ക്. ഇതിനെക്കുറിച്ച് പൊളൈറ്റ് ആയിട്ട് ചോദിക്കണമെങ്കിലോ, കുഡ് യു പ്ലീസ് ലൂസൻ ദ ലിഡ്? ഈ ലിഡ് ഒന്ന് തുറന്നു തരാമോ? കുഡ് യു പ്ലീസ് ലൂസൻ ദ ലിഡ്? ഓപ്പൺ എന്നും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ലൂസൻ എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ലൂസൻഡ്. ലൂസൻഡ്. ഹി ലൂസൻഡ് ദ സ്ക്രൂ വിത്ത് എ റഞ്ച്. ഒരു റഞ്ച് വെച്ച് സ്ക്രൂ അയാൾ അയച്ചു, ലൂസൻ ചെയ്തു. ഓക്കെ, ലൂസൻഡ്. ഇവിടെ റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ നട്ടും ബോൾട്ടൊക്കെ മുറുക്കുകയും അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉപകരണം. അപ്പം അതിൻ്റെ ഒരു മലയാളം വേർഡ് ഞാൻ നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല. അവരിത് തന്നെ വന്ന നട്ട് റഞ്ച് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നട്ടും ബോൾട്ടും അഴിക്കുന്ന ആ ഒരു ടൂളിൻ്റെ മലയാളത്തിലെ പേര്. ഞാനൊരു സ്ഥലത്ത് നോക്കിയപ്പോൾ വില്ല് മുറുക്കി എന്നാണ് മലയാളത്തിലെ പേര് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല. അതുകൊണ്ട് റഞ്ച് എന്ന് പറഞ്ഞാൽ നട്ടും ബോൾട്ടും ഊരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ വായ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വലിച്ചു മുറുക്കി അവർ ചിലപ്പോൾ വായ ഇങ്ങനെ